വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പാവനമായ റബീഉൽ അവ്വൽ മാസം സുന്ദരമായ ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധപ്പതനത്തിന്റെ അഗാധഘട്ടത്തിലേക്ക് ആ പതിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അനേകത്തിന്റെയും കൊടുങ്കാറ്റുകൾ ലോകത്തിലെങ്ങുമായിട്ട് വീശിക്കൊണ്ടിരുന്നപ്പോൾ സത്യമതത്തിന്റെ സന്ദേശമായി പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ മണ്ഡലത്തിൽ ആഗതനായി. ജനസമൂഹത്തിന്റെ പല മഹാ അത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഗാർഗാജികമെന്ന് വിശേഷിപ്പിച്ച 6ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വികൃതമാവുകയും നിഷ്കളങ്കിയായ ആ ചോര പൈതലിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. മനുഷ്യന്റെ ബാലപാഠം വായിക്കാത്ത സംസ്കാരശൂന്യനായ ആ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ചാക്കുകയും വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ നബിക്കെതിരെ ഏറ്റുവിടുകയും ചെയ്തെങ്കിലും ചിത്രാത്ത ചിത്രത്തോടും പതരാത്ത പാദത്തോടും കൂടി അവിടുത്തെ പ്രബോധനം തുടരുകയും അങ്ങനെ 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ഭീകരഹിതങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റി. ഇതാ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനമാണ്. ഇതുകൊണ്ട് തന്നെ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും പാട്ടുകാരും കഥക്കാരും പ്രസംഗികരും അവരുടെ നാവിലൂടെയും തൂലിക നാമത്തിലൂടെയും പ്രവാചകനെ പ്രശംസിക്കുന്നത് മാത്രമല്ല പകുതിയാണ് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. മനുഷ്യരോട് മാത്രമല്ല സജീവങ്ങളോട് ഭരണമാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും നീ അവനെ ബഹുമാനിക്കുക. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറിനിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നും കൂടി വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, 2 പതിറ്റാണ്ട് മുമ്പ് ഫ്രഞ്ച് മെഡിക്കൽ വിദഗ്ധൻ ഇസ്ലാമിന്റെ ലാളിത്യവും ആശയം വളരെ ഗ്രഹണമേ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇതുപോലെ ഇസ്ലാമിനെ കടന്നു വന്ന ഒരുപാട് ചിന്തകന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. സമയക്കൂലം ഇതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.